ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ പിഴവ് തിരുത്തുകയാണ് സുപ്രീം കോടതി. ഗുജറാത്ത് സർക്കാരിന് പുറമെ ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ കോടതി വിധി. തട്ടിപ്പിലൂടെയാണ് 11 പേരെ മോചിപ്പിച്ചതെന്ന കോടതിയുടെ ഗുരുതര ആരോപണം വരും ദിനങ്ങളിൽ ഗുജറാത്ത് സർക്കാരിനെ വേട്ടയാടും. ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ ആർ ഭഗവാൻദാസ് ഷായുടെ മോചനത്തിന് 92 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 11 കുറ്റവാളികളെ മോചിപ്പിച്ചത്. ഭഗവാൻദാസ് സുപ്രീം കോടതിയെ സമീപിച്ചത് തന്നെ തെറ്റായ വിവരങ്ങൾ നൽകിയും വസ്തുതകൾ മറച്ചുവെച്ചുമാണെന്ന് ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭുയൻ എന്നിവരടങ്ങിയ ബെഞ്ച് കണ്ടെത്തി. ആ പിഴവ് തിരുത്തിയ കോടതി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഗുജറാത്ത് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. സമീപകാലത്ത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ കർക്കശമായ ഇടപെടൽ കൂടിയാണിത്. കേന്ദ്ര സർക്കാരും വിട്ടയക്കപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാടാണ് സുപ്രീം കോടതിയിലെ വാദത്തിനിടെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ നേരെ കൂടിയാണ് സുപ്രീം കോടതിയുടെ വിമർശന ശരങ്ങൾ. കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന ഹർജിക്കാരിൽ ഒരാളായ വൃന്ദ കാരാട്ടും ആരോപിച്ചു. Double engine government, the central government and the state government have jointly conspired to get the release of these criminals. It's a blow for justice and a big slap against the double engine government. ഗോദ്ര കോടതിയിലെ പ്രിസൈഡിംഗ് ജഡ്ജിയുടെ അഭിപ്രായം കഴിഞ്ഞ കൊല്ലം തേടിയിരുന്നു എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. ജയിൽ ഉപദേശക സമിതി രൂപീകരിച്ചു. ലോക്കൽ പോലീസിനോടും അഭിപ്രായം തേടിയെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ജീവപര്യന്തം തടവിലായിട്ടും ഭൂരിപക്ഷം സമയവും പരോളിലായിരുന്നു. സഹതാപവും കരുണയും പ്രതികൾ അർഹിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി വ്യക്തമാക്കി. നിയമം തെരഞ്ഞെടുക്കപ്പെട്ട വിശേഷാധികാരങ്ങളുള്ള ചിലരെ സംരക്ഷിക്കാനുള്ളതല്ല. ശുദ്ധമായ കരങ്ങൾ വഴിയല്ല പ്രതികൾ റെമിഷന് ഹർജി നൽകിയത്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ ഇളവിന് അപേക്ഷിക്കണമെങ്കിൽ തടവിലായിരിക്കണമെന്നും ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി.